ഹരേ കൃഷ്ണ. നമ്മുടെ ഗീതാ രഹസ്യം എന്ന ഈ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ അടങ്ങുന്ന ഈ കോഴ്സിന്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരോടും ദയവായിട്ട് മ്യൂട്ടിലിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇടയ്ക്ക് ഞാനൊരു കണക്ഷൻ മ്യൂട്ട് ചെയ്തത് വീണ്ടും അൺമ്യൂട്ട് ആവുന്നുണ്ട്. സോ ദയവായിട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്യാതിരിക്കുക, കാരണം അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആകും. സോ ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മളുടെ ഈ 3-ാമത്തെ ദിവസത്തെ ഈ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഈ ഭഗവത്ഗീത പഠിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ, പഠിക്കാനുള്ള ഒരു ആകാംക്ഷയോട് കൂടി കാത്തിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്ന് 3-ാമത്തെ ദിവസം തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്താണ് എന്ന് ഒരു ചെറിയ ഒരു റീക്യാപ്പ്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ച ആ 4 ലെസൺസ് എന്തൊക്കെയാണ്, അതുപോലെ അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് എന്തൊക്കെയാണ്. കാരണം ഇന്നലെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്ന എല്ലാവരോടും ഒരു പേനയും ഒരു ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് നോട്ട് എഴുതി വെക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. സോ അതിൽ എത്ര പേര് അത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം.
ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഡെഫിനറ്റ്ലി ആദ്യമായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്കാണ്. അതിനുശേഷം മറ്റുള്ളവർക്ക് നമുക്ക് അവസരം നൽകുന്നതാണ്. സോ ദയവായിട്ട് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഒരാൾ ഒന്ന് ജസ്റ്റ് നമ്മളൊരു കുടുംബം പോലെയാണ്, ഒരു സഹോദരങ്ങൾ തമ്മിലിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇതൊരു ഒഫീഷ്യലായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമോ അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ യാതൊരു നിബന്ധനകളോ അങ്ങനെ യാതൊന്നുമില്ല. സോ ആർക്കും മുൻപോട്ട് വന്ന് ധൈര്യമായിട്ട് തുറന്ന് പറയാവുന്നതാണ്. തെറ്റാകും എന്ന് ഒരിക്കലും ഭയപ്പെടേണ്ട. ഭഗവാന്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരിക്കലും തെറ്റാവുകയില്ല. ഭഗവാന്റെ കാര്യം പറയുന്നതിൽ നമുക്ക് ആ ഒരു ഫ്രീഡത്തോടു കൂടി നിങ്ങളോട് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഇന്നലെ മനസ്സിലാക്കിയ പോയിന്റ് ഒന്ന് പറയാൻ ഉള്ള സന്മനസ് കാണിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം നിങ്ങളെ അഭിനന്ദിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ആരെങ്കിലും മുൻപോട്ട് വന്ന് ഒന്ന് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. പറഞ്ഞാട്ടെ മതി. ഗീത. ഓക്കെ, ആ 4 ലക്ഷണമാണ് നമ്മൾ ഇന്നലെ പഠിച്ചേ. ജി ഗുരു, ഐ ഐഡന്റിറ്റി, ടീച്ചിങ്. ബാക്കിൽ മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാതിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാമോ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യാമോ? കാരണം മറ്റ് ശബ്ദങ്ങൾ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ അല്ല പ്രഭു, അത് വേറെ അവിടെ നിന്ന് തന്നെ വേറെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു കൊണ്ടിനും കൊണ്ടിരിക്കും. അത് നടക്കട്ടെ. സുജയ എന്ന് പറയുന്ന ആ കണക്ഷനിൽ നിന്ന് തന്നെയാണ് ശബ്ദം കേൾക്കുന്നത്. യെസ്, പറഞ്ഞാട്ടെ മാധവി, പറഞ്ഞാട്ടെ. സുജയ ആരാണ് മാധവി സംസാരിച്ച്? പറഞ്ഞാട്ടെ, കുഴപ്പമില്ല, പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ദയവായിട്ട് വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. പറഞ്ഞാട്ടെ. GITA ഒന്ന് അടുത്ത് മൈക്രോഫോൺ ഒന്ന് അടുത്ത് വെച്ച് സംസാരിച്ചോട്ടെ, കേൾക്കാൻ സാധിക്കുന്നില്ല. GITA എന്ന് ഇന്നലെ പറഞ്ഞത് അതായിരുന്നു. മൈക്രോഫോൺ മൊബൈൽ ഒന്നുകൂടെ അടുത്ത് വെച്ച് സംസാരിക്കാമോ? ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞാട്ടെ. GITA. ഓക്കെ. ഗുരു, ജി പറഞ്ഞ ഗുരു, ഗീത. ഓക്കെ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിവ 4. ജി ഗുരുവിനെ ഗുരുവാണെന്ന് മനസ്സിലായി. ഐ എന്താ പറഞ്ഞത്? ഐഡന്റിറ്റി. വെരി ഗുഡ്. ഓക്കെ, വളരെ സന്തോഷം. യെസ്, ഐഡന്റിറ്റി ആണ്. പിന്നെ അർത്ഥശാസ്ത്രം, ധർമ്മശാസ്ത്രം, കർമ്മശാസ്ത്രം എന്നുള്ള സ്പിരിച്വൽ ഇതാണ് പറഞ്ഞത്. ഐയെ കുറിച്ചിട്ടോ? അല്ലേ? അല്ല, ഐഡന്റിറ്റി. എന്ത് ഐഡന്റിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്? ആത്മാവ്. യെസ്, നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. അത് ശബ്ദം വളരെ കുറച്ചായിട്ട് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതോ ഇനി എൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. എനിവേ, നോ പ്രോബ്ലം. ഐഡന്റിറ്റി, യെസ്, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല, ആത്മാവാണ് എന്ന ഐഡന്റിറ്റി തിരിച്ചറിയണമെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്ത പോയിന്റ്. സ്പിരിച്വൽ സനാതനധർമ്മം അല്ലേ? ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന വാക്ക് എന്താ ഉദ്ദേശിച്ചത്? സ്പിരിച്വൽ അല്ലേ? സ്പിരിച്വൽ. വേറെ ആർക്കെങ്കിലും പറയാമോ എന്തായിരുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 2 ഡ്യൂട്ടീസ്. 2 ഡ്യൂട്ടീസ്. എക്സലന്റ്, സൂപ്പർ, വെരി ഗുഡ്. അങ്ങയുടെ പേരെന്താണ്? രാഖിൽ. ഓക്കെ, അതിൽ ആ പേരൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിപ്പം അഡ്രസ്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. റിയൽമി എന്നാണ് കാണിക്കുന്നത്, അവിടെ പേര് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, രാഖിൽ പ്രഭു, താങ്ക് യു സോ മച്ച്. ഓക്കെ,
ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് 2 ഡ്യൂട്ടീസ്? താക്കിൽ പ്രോ പറയാൻ സാധിക്കുമോ? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി, വെരി കണ്ടീഷൻഡ് ഗുഡ്, ഡ്യൂട്ടി. എക്സലന്റ്, സൂപ്പർ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയെ കുറിച്ചിട്ടും കണ്ടീഷണൽ എന്ന് പറയുന്ന 2 ഡ്യൂട്ടികൾ ഉണ്ടെന്നാണ് നമ്മൾ ടി എന്നതുകൊണ്ട് 2 എന്നത് 2 ഡ്യൂട്ടീസ് ആണ് ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. ഓക്കെ, GITA എന്താണ്? ആത്മാരാമം. ആത്മാരാമം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അത് നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിലൂടെ അല്ല, ആത്മാവിനെ നമ്മൾ അറിഞ്ഞിട്ട് അതിൽ തന്നെ ആണെന്ന് തോന്നുന്നു. വെരി ഗുഡ്. അതായത് ആത്മസംതൃപ്തി അല്ലെ, സ്വയം സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ സന്തോഷം. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. യെസ്, ഇപ്പൊ പറഞ്ഞാണ് സിനി. ആരാണ് സിനി? ഹരികൃഷ്ണ പ്രഭു തിരുവല്ലാമലയെന്നാണ് സിനി. എന്താ മതി? തിരുവല്ലാമല സിനി. തിരുവല്ലാമലയിൽ വെച്ച് കണ്ടതാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വളരെ സന്തോഷം. സോ ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പൊ എനിക്കൊരു 27 പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ മൊബൈൽ എടുത്ത് നമ്മളുടെ ആ ഭഗവത്ഗീത ഓവർവ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു പ്രണാമം ഒന്നിടാമോ? നിങ്ങളുടെ ഈ മൊബൈൽ തന്നെ എടുത്തിട്ട് ഈ ഒരു സെക്ഷൻ ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ ഓവർവ്യൂ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു കൂപ്പ് കൈ. കാരണം ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പം ഈ ഗ്രൂപ്പിൽ 190 പേരോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണുന്ന ഒരു 28 പേരാണുള്ളത്. ജസ്റ്റ് ഒരു പ്രണാമം, കൂപ്പ് കൈ മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും എഴുതുക ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വെരി ഗുഡ്. രാഖിൽ മോഹൻ എന്ന് പറയുന്ന അദ്ദേഹം, ശ്രീദേവി മാതാജി, വിനീത് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ആ പ്രഭു, ഞാൻ കോഴിക്കോട് നിന്നാണ്. സുമി പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പിലില്ല അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ഇതിലല്ല മാതാജി, സുകോമള മാതാജി, എനിക്ക് വാട്സപ്പ് ഇല്ല, എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ പ്രഭു, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനില്ല. ഇല്ല അല്ലേ? ഓക്കെ, മാതാജി എന്റെ നമ്പർ ഉണ്ടോ? സിജി മാതാജിയുടെ അടുത്തുണ്ട്. ആരുടെ അടുത്ത്? സിജി മാതാജി. അതാരാണ് സിജി മാതാജി? മാതാജി ഒരു 10-20 പേരുടെ നമ്പർ തന്നില്ലേ, അതിലത്തെയാണ് സുമി. പക്ഷെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല സുമിനെ. ഹരേ കൃഷ്ണ. അതെയോ? ഓക്കെ, ഫൈൻ. ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു പ്രഭു. ഓക്കെ. ശരി മാതാജി, എന്നാൽ നമ്പർ എനിക്കൊന്ന് വാട്സപ്പ് അയച്ചോളൂ. പ്രഭു. ഹരേ വെരി ഗുഡ്. ഓക്കെ, അമേരിക്ക ഒന്നാരാണുണ്ടല്ലോ, മഹേഷ് ഫ്രം അമേരിക്ക. വെരി ഗുഡ്. ഈ തംസ് അപ്പ് ഒന്ന് വിടരുത് ആരും. സോറി, ഹാൻഡ്സ് അപ്പ്. മഹേഷ് ഓക്കെ, ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. തംസ് അപ്പ് ഇട്ടു. ഫൈൻ, മഹേഷ് ഫ്രം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. എല്ലാവരും എല്ലാവരും ഒന്ന് ഇട്ടാട്ടെ, ബാക്കിയുള്ളവരുടെ പ്രണാമം ഇട്ടാട്ടെ. കാരണം എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ടുള്ള. ഞാൻ ഗ്രൂപ്പിലില്ല പ്രഭു. ആരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ? ഞാൻ എന്നെ മനസ്സിലാവുന്നില്ല. അശോക് മാതാജി ഫൈൻ. ഓക്കെ, കുഴപ്പമില്ല. ഐ പ്രിഫർ, എനിക്ക് പുതുതായിട്ട് വന്ന അവരുടെ കോണ്ടാക്ട് ആണ് എനിക്കൊന്ന് വേണ്ടത്. ബാക്കി എല്ലാവരും ഒന്ന് ഹാൻഡ്സ് ഒരു പ്രണാമം ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ പ്രഭു ഇതിന്റെ അകത്ത് തന്നെ ഇട്ടാ പോലെ പ്രഭു? ഇതിന്റെ അകത്ത് ചാറ്റിനകത്ത് ഇടാനാണോ പറയുന്നത്? ചാറ്റിലല്ല, വാട്സപ്പ് ഗ്രൂപ്പ്. അതില്ല പ്രഭു, വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലല്ലോ ഇതിന്റെ. ഓക്കെ, ഞാൻ ഒരു റിക്വസ്റ്റ് പറയുന്ന കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. എക്സിസ്റ്റ് ചെയ്യുന്ന ഡിവോട്ടീസ് ആണെങ്കിൽ നോ പ്രോബ്ലം. എനിക്ക് പുതിയതായിട്ട് വന്ന ഡിവോട്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി രാവിലത്തെ ഗ്രൂപ്പിലും നമ്മുടെ ഭാഗവതം ക്ലാസ്സിലും അല്ലാതെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഐ എം നോട്ട് ആസ്കിങ് ഫോർ ദാറ്റ്. എനിക്ക് പുതിയതായിട്ട് വന്ന ഡിവോട്ടീസിൻ്റെ ആണ് എനിക്ക് നമ്പർ ആവശ്യമുള്ളത്. കാരണം എനിക്ക് നമ്മളിപ്പോൾ ഈ ക്ലാസ്, ഈ ഒരു കോഴ്സ് നടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി. അവരെല്ലാവരുമാണ് എനിക്ക് ഒരു കൂപ്പി അയക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ വേണമെങ്കിൽ പേര് പറയാം. അജിത കുഞ്ഞിമോൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അനില കുമാരി ഉണ്ട്. പിന്നീട് ഐ ക്യാൻ സി സുജയ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ഗ്രൂപ്പിലില്ല പ്രഭു, വാട്സപ്പ് ഗ്രൂപ്പില്. പ്രഭു സുജയ നമ്പർ അയച്ചു തരാം പ്രഭു. ഹരേ ഓക്കെ, സുജയ മാതാജി നമ്പർ അവിടെ അയച്ചു തരും. പിന്നെ അനില കുമാരി, സിനി എന്ന് പറയുന്ന നെയിം കാണുന്നുണ്ട്, CINI.
പ്രഭു പിന്നീട് നമ്പർ ഞാൻ തന്നിട്ടുണ്ട് പ്രഭു. അവിടേക്ക് വാട്സപ്പ് വന്നില്ല എന്നാ പറഞ്ഞത്. നമ്പർ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പ്രഭുവിന്റെ. ഓക്കെ, അത് ഞാൻ നമ്പർ ഒന്നുകൂടെ അയച്ചിട്ട് ആരുടെയൊക്കെയാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമ്പർ ഒന്നുകൂടെ അയച്ചിട്ട് ഐ വിൽ ആഡ് ഇൻ ദ ഗ്രൂപ്പ്. ശരി പിന്നെ എനിക്ക് CINI എന്നൊരു പേര് കാണുന്നുണ്ട്. CINI, SINI ഉണ്ട്, CINI ഉണ്ട്. പിന്നെ ഒരു വിവോ. ഹരേ കൃഷ്ണ. യെസ്, ഒരു സിനിയാണ് പ്രഭു. ഏത് CINI സിനി തന്നെയാണ്. അത് തന്നെ. ഇപ്പൊ രണ്ടും ഒരു SINI സിനിയും ഉണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, തിരുവല്ലാമല SINI. ഓക്കെ ഫൈൻ. ഓക്കെ, ഒരു വിവോ V2338 കാണുന്നുണ്ട്, സുമി കാണുന്നുണ്ട്, സുജയ, സുധാകരൻ, സുഭാഷിണി, ശ്രീജ, ശാലിനി, ശ്രീഹരി, ശ്രീജ is there, then സേതു മാധവൻ, രമ, വേണുഗോപാൽ, ഒരു റെഡ്മി 9A കാണുന്നുണ്ട്, റിയൽമി RMX2 5253 കാണുന്നുണ്ട്, പിന്നെ മിനി കാണുന്നുണ്ട്. യെസ്, ഇവരെല്ലാവരുടെയും ഒരു ഒപ്പ് കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, എല്ലാവരുടെയും റെസ്പോൺസിന് വളരെ സന്തോഷം. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചെയ്യുക, വളരെ സന്തോഷം. സോ എനിക്ക് ഒരു നമ്മൾ പരിചയം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു അഞ്ജന കാണുന്നുണ്ട്, അഞ്ജന V I can see, അനില, അഞ്ജന V. ഇവിടെ ഗ്രൂപ്പ് ഒപ്പ് ഇട്ടിട്ട് കാര്യമില്ല. ഐ വാണ്ട് എ മെസ്സേജ് ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വേണ്ടത്. അതല്ല നിങ്ങൾ വേറെ ആരെങ്കിലും ഫോർം നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു തന്നതാണ് എങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ എനിക്കൊന്ന് അയച്ചു തരാൻ പറയുക. സോ ശ്രീപതി പ്രഭു കണക്ഷനിലുണ്ടോ? ശ്രീപതി പ്രഭു ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ, ഗുഡ്, നോ പ്രോബ്ലം, വി വിൽ മാനേജ് ദാറ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും റെസ്പോൺസിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സെഷൻ അഗെയിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗ എന്ന് പറയുന്ന ഒരു സെഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് കർമ്മയോഗം പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം, നമുക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടൊരു കാര്യം നമ്മൾ നോക്കിയിട്ട്, ഇന്നലെ നമ്മൾ വേറെ കുറേ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തു. ടൈം നമുക്ക് കൂടുതൽ സമയം ജനറൽ ഡിസ്കഷനിൽ കളയാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ അധ്യായത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുകൊണ്ട് we will jump into the verses അല്ലെങ്കിൽ into the chapter directly. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മഹത് ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്താനുള്ളത് എന്ന വിവരം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അധ്യായം, ഈ കർമ്മയോഗം എന്ന് പറയുന്ന അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം. എന്തെന്നാൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായ 5 വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. ഈ 5 വിഷയങ്ങൾ ദയവായിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും, തീർച്ചയായിട്ടും അല്ലാത്തവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയാവുന്നവരായിരിക്കും മിക്കവാറും, അറിയാവുന്നവർ കുഴപ്പമില്ല, അല്ലാത്തവർ ഈ പോയിന്റുകളൊന്നും നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് അത് പ്രയോജനപ്പെടുന്നതാണ്. സോ പ്രധാനമായിട്ടും 5 ഒബ്ജക്റ്റീവ്സ് ആണ് ഭഗവത്ഗീതയിലുള്ളത്. ആ 5 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര, ജീവ, പ്രകൃതി, കാല, കർമ്മ. ഈ 5 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീത മുഴുവൻ സംസാരിക്കുന്നത്. ഐ വിൽ റിപ്പീറ്റ്. ഈശ്വര എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ. പിന്നെ ജീവ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദ നേച്ചർ. കാല എന്ന് പറഞ്ഞാൽ ദ ടൈം, അതായത് സൃഷ്ടി മുതൽ സംഹാരം വരെയുള്ള സമയമാണ് കാല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഈശ്വര, ജീവ, പ്രകൃതി, കാല. ദെൻ ദ 5th വൺ ഈസ് കർമ്മ. 5ാമത്തേതാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ഷമിക്കുക, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ജനറൽ ടേം ആണ്, അല്ലെങ്കിൽ ജനറൽ ടെർമിനോളജിയാണ് കർമ്മം എന്ന വാക്ക്. ഈ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ഇവിടെ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നത്, അപ്പൊ ഈ 5 എണ്ണത്തില് ഇതിൽ എന്താണ് നമ്മൾ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 വിഷയങ്ങളിൽ 4 എണ്ണം ഫിക്സ്ഡ് ആണ്. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഈ 4 വിഷയങ്ങളെ. ഈശ്വരനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല, ജീവാത്മാവിനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല, പ്രകൃതിയെയോ കാലത്തിനെയോ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. എന്നാൽ കർമ്മം എന്ന് പറയുന്നത്
നമ്മളുടെ കയ്യിലുള്ളതാണ്. നമ്മളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചാണ് അടുത്തത് എന്ത്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് തീരുമാനിക്കുന്നത്. ഭഗവാനാണ് തീരുമാനിക്കുന്നത്, പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണ്. അതിനുള്ള ഒരു മൈന്യൂട്ട് ഫ്രീഡം ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറിയൊരു ഫ്രീഡം. ഭഗവാൻ അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ സ്വതന്ത്രതയുണ്ട്. ആ സ്വതന്ത്രതയിൽ ഭഗവാൻ ഒരിക്കലും കൈകടത്തുകയുമില്ല. അപ്പൊ ഭഗവാൻ കൈ കടത്താത്തത് കൊണ്ട് അത് ചെയ്യുവാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. അങ്ങനെ നമുക്ക് ഈ അധികാരമുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കർമ്മം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യമുള്ള കാര്യമാണ്. ശ്രീല പ്രഭുപാദ് പറഞ്ഞ ഒരു മനോഹരമായ ഒരു വേർഡ്, ഒരു യൂസേജ് ഉണ്ട്. പ്രഭുപാദ് ഓഫൺ യൂസസ് ദിസ് ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ നെക്സ്റ്റ് ലൈഫ്. ഈ ജന്മം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് ശ്രീല പ്രഭുപാദ് പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടാണ് നെക്സ്റ്റ് ജന്മം എന്ത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ജന്മം എന്ത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ജന്മം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ടാണ്. അപ്പൊ ഈ ജന്മം ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അനുസൃതമായിട്ട് അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ആ റിയാക്ഷൻസ് അനുഭവിക്കാനോ, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ജന്മം തന്നെ നമ്മൾ അനുഭവിക്കുന്നു, അതല്ലെങ്കിൽ അടുത്ത ജന്മം നമ്മൾ അതിനെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മങ്ങൾ, ഏതൊക്കെ കർമ്മങ്ങളുടെ റിയാക്ഷൻസ് നമ്മൾ ഈ ജന്മം അനുഭവിച്ചില്ലായോ, ആ അടുത്ത ജന്മത്തിൽ അതിൻ്റെ ബാക്കി അനുഭവിക്കുന്നതിന് ഉതകുന്നതായ ശരീരം ഭഗവാൻ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ കർമ്മം നമ്മളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആവുകയും ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിൽ കൂടി കർമ്മം എങ്ങനെ ചെയ്യണം, ഏത് കർമ്മം ചെയ്യാൻ പാടില്ല, ഏത് കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഇതിൽ 2 പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ കർമ്മം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മഹത് ഗ്രന്ഥമാണ് ഏത് കർമ്മം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ അറിയപ്പെടുന്നത് മാനുവൽ ടു ദ മാൻകൈൻഡ് എന്നാണ്. മനുഷ്യ ജന്മത്തിൻ്റെ ഒരു മാനുവലാണ് ഭഗവത്ഗീത. അതായത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മളൊരു പുതിയ ടിവിയോ ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും. അതിനാണ് മാനുവൽ എന്ന് പറയുന്നത്. ആ മാനുവലിൽ എഴുതും 1 2 3 4 5 6 7 8 9 10 30 ഐറ്റംസ് എഴുതി തരുന്നതിന് നമ്പർ 1 റിമോട്ട് കൺട്രോളർ, നമ്പർ 2 ബാറ്ററി, നമ്പർ 3 അങ്ങനെ ഓരോ ഐറ്റംസ് എഴുതി തരും. അതിൻ്റെ വയർ എവിടെ കണക്ട് ചെയ്യണം, പിന്നെ ഓരോ നമ്പർ അനുസരിച്ചിട്ട് ആ നമ്പർ പ്രകാരം എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിമോട്ടിൽ ബാറ്ററി ഇടേണ്ടത് മുതലായ ഒരു ഡയറക്ഷൻസ് നമുക്ക് ആ ബുക്ക്ലെറ്റിൽ കൂടെ നമുക്ക് കിട്ടും. ആ ഡയറക്ഷൻസ് പ്രകാരം നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ആ മാനുവലിന്റെ ഇമ്പോർട്ടൻസ്. അതേ കാര്യമാണ് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഭഗവത്ഗീത നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് ഓരോ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ഓരോ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം. പ്രവൃത്തി അല്ലെങ്കിൽ ഈ കർമ്മം എന്ന് പറയുന്നത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോ സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ഭഗവത്ഗീത ഈസ് എ മസ്റ്റ് റീഡ് ഇൻ ബുക്ക്. നമുക്ക്
ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഭഗവത്ഗീത. സാധാരണ ഒരു നോവൽ വായിക്കുന്നത് പോലെ വായിച്ച് കളയേണ്ടതല്ല, വായിച്ച് പഠിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. am I audible correctly, clearly? ഞാൻ പറയുന്ന ശബ്ദം വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? യെസ് പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സോ അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ കർമ്മയോഗം എന്ന് പറയുന്ന ഈ അധ്യായം ഒരു മഹത്വപൂർണമായ ഒരു അധ്യായമാണ്. ദ എൻറ്റയർ ഭഗവത്ഗീത ഇറ്റ്സെൽഫ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഫുൾ ഭഗവത്ഗീത തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പ്രത്യേകിച്ച് കർമ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. സോ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് കർമ്മയോഗം എന്നാണ്. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതാണ്ട് 43 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു അധ്യായമാണ്. ഈ 43 ശ്ലോകങ്ങളിൽ 1ഉം 2ഉം ശ്ലോകങ്ങളിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ അധ്യായങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ അർജുനന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായവും തുടങ്ങുന്നത്. സോ അർജുനന് സംശയങ്ങളാണ്. എന്താണ് ഈ ത്യാഗം എന്താണ്, യോഗ എങ്ങനെയാണ്? അതുപോലെ 3 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ നിഷ്കാമ കർമ്മത്തെ കുറിച്ചിട്ടും എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മ യോഗ ഇതിലേതാണ് നല്ലത്, ഇത് ജ്ഞാനയോഗമാണോ ഇതിനേക്കാൾ എല്ലാം നല്ലത്? 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ കർമ്മകാണ്ഡവും കർമ്മയോഗയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഓഫൺ we get confused with these two terminology, karma kanda and karma yoga. So what is the difference between these two? Karma yoga ennu parnal endana, karma kanda ennu parnal endana? Then what is the speciality of nishkama karma? Nishkama karma yoga adellam oru udaharanathin engane adoru uttamamaya karyamagum. പിന്നെ 36 മുതൽ 41 വരെ എങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ എന്താ പറയുക കാമവാസന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഒരു പ്രത്യേകമായ ഒരു അട്രാക്ഷൻ നമുക്കുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് 36 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇന്നും ഉണ്ട് നമുക്ക് 4 lessons ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ടു ലേൺ. 4 lessons നമുക്ക് ഇന്നും പഠിക്കാനുണ്ട്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഹരേകൃഷ്ണ പ്രഭു കാണാം. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മാതാജി. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് ട്രീ ആണ്. സോ ട്രീ എന്ന് പറയുന്നത് അർജുനന്റെ ആദ്യത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് റിനൻസിയേഷൻ? റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ്, ത്യജിക്കുക. എന്താണ് ത്യാഗം എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ബെറ്റർ, ത്യാഗ ഓർ റിനൻസിയേഷൻ ഓർ വർക്ക്? പ്രവൃത്തി ചെയ്യുന്നതാണോ ത്യാഗമാണോ ഉത്തമം എന്ന് അർജുനന്റെ ഒരു ചോദ്യമുണ്ട്. സോ അത് നമുക്ക് പഠിക്കാനായിട്ട് ട്രീ എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. സോ ഒന്നാമത്തേത് ത്യാഗമാണ്. സോ ത്യാഗം എന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഗോ ടു ദ നെക്സ്റ്റ് ലെറ്റർ. ഓക്കെ, so lesson 1 is tyaga or renunciation or work, which one is better? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഈ എൻറ്റയർ അധ്യായം കൺസിസ്റ്റ് ഓഫ് 1 മുതൽ 2 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനാസ് കൺഫ്യൂഷൻ, റിനൻസിയേഷൻ ഓർ ആക്ഷൻ. 3 മുതൽ 16 വരെ റിനൻസിയേഷൻ, ജ്ഞാനയോഗ ഈസ് ഡിഫിക്കൽട്ട്. സോ പ്രിസ്ക്രൈബ്ഡ് ആക്ഷൻ വിത്ത് ഡിറ്റാച്ച്മെന്റ്, അതായത് നിഷ്കാമ കർമ്മയോഗ ഈസ് ബെറ്റർ ഫോർ അർജുന. One should go from karmakanda to karmayoga. അപ്പോൾ കർമ്മകാണ്ഡത്തിൽ നിന്ന് കർമ്മയോഗത്തിലേക്ക് എത്തുന്നത് എങ്ങനെ? അർജുനനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിഷ്കാമ കർമ്മയോഗ ആണ്, അതായത് സോ പ്രിസ്ക്രൈബ്ഡ് ആക്ഷൻ വിത്ത് ഡിറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അർജുനനെ സംബന്ധിച്ച്. 17 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ even if Arjuna is qualified for renunciation, he should still do Nishkama Karma Yoga to set the right example.
അർജുനന്റെ ഒരു ചോദ്യമുണ്ട്. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന 4 കാറ്റഗറിയെ കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അർജുനൻ എന്ന വ്യക്തി ക്ഷത്രിയ കുലത്തിലുള്ള വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനായിക്കൊണ്ട് ഒരു ബ്രാഹ്മണന്റെ ജോലി ഞാൻ ചെയ്തോട്ടെ എന്ന് അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, നോ, ബെറ്റർ യു ഡു യുവർ ഡ്യൂട്ടി വിത്തൗട്ട് പെർഫെക്ഷൻ ദാൻ ഡൂയിങ് അതേഴ്സ് ഡ്യൂട്ടി വിത്ത് പെർഫെക്ഷൻ എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്. 36-43 is lust is a formidable enemy on the path of yoga. So one should conquer lust by deliberate spiritual intelligence. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ കാമവാസന എന്ന് നമുക്ക് ജനറൽ ടെർമിനോളജി ഉപയോഗിക്കാമെങ്കിലും എന്തൊരു വസ്തുവിനോടും നമുക്കൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാസന, അല്ലെങ്കിൽ അത് വേണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓവർ ഈറ്റിംഗ് ഈസ് എ ലസ്റ്റ്. കൂടുതൽ ആഹാരം കഴിക്കണം എന്നുള്ളതൊരു ഒരു ലസ്റ്റാണ്. കൂടുതൽ ധനം സമ്പാദിക്കണം എന്നുള്ളതും ഒരു ലസ്റ്റാണ്. സോ ഇതാണ് നമ്മൾ ഈ 3-ാമത്തെ അധ്യായത്തിൽ കൂടി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ 1ഉം 2ഉം ശ്ലോകം കഴിഞ്ഞിട്ട് നമുക്ക് 3ാമത്തെ ശ്ലോകത്തിലേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർജുനൻ ചോദിക്കുന്ന ശ്ലോകങ്ങളാണ്. 1ഉം 2ഉം ശ്ലോകങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 3ാമത്തെ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ ആൻസർ പറഞ്ഞു തുടങ്ങുകയാണ്. ശ്രീ ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. എന്താണ് ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. സോ 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് മോക്ഷം നേടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. ആരൊക്കെയാണ് പറയുന്നത്? ജ്ഞാനയോഗീസ് ഹു റിനൗൺസ് വർക്ക് ആൻഡ് കർമ്മയോഗീസ് ഹു ഡു പ്രിസ്ക്രൈബ്ഡ് വർക്ക്. 2 തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? തത്വജ്ഞാനപരവും അനുഭവ മാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരും. അതാണ് ഊഹാപോഹം നടത്തുന്ന ആരാണ്? ജ്ഞാനികളാണ്. അതാണ് there are 2 types of people. ജ്ഞാനയോഗീസ്, അതായത് ജ്ഞാനയോഗീസ് എന്താ ചെയ്യുന്നത്? ഹു റിനൗൺസ് വർക്ക്, അവര് ത്യജിക്കുകയാണ് ചെയ്യുന്നത്, പ്രവൃത്തികളിൽ നിന്ന് അവര് എസ്കേപ്പ് ചെയ്യുന്നു. കർമ്മയോഗീസ് എന്താ ചെയ്യുന്നത്? ഹു ഡു പ്രിസ്ക്രൈബ്ഡ് വർക്ക്. ഇന്നലെ നമ്മൾ കണ്ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയെ കുറിച്ച് നമ്മൾ കണ്ടു. സോ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ലഭിച്ച ആ ജോലി ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. One with an impure heart should perform prescribed activities for purification of the heart. This is explained in the 13 verses. ഈ പറഞ്ഞ അടുത്ത സെക്ഷൻ മുഴുവൻ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ അർജുനൻ പറയുന്ന, അല്ലെങ്കിൽ ഭഗവാൻ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം, ഇത് 2ൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ കർമ്മയോഗീസ് ഹു ഡു പ്രിസ്ക്രൈബ്ഡ് വർക്ക്, അതായത് സാധാരണ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മൾ ചെയ്യുന്നതാണോ അതോ ഈ റിനൗൺസ് ചെയ്യുന്നതാണോ ബെറ്റർ? ജ്ഞാനയോഗീസ് ഇവിടെ റിനൗൺസ് ചെയ്യുന്നുണ്ട്. റിനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. അവർ ഇതിനെല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവര് സന്യാസം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. സോ 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രീമെച്വർ റിനൗൺസിയേഷൻ ഡിസ്കറേജ്ഡ്. പ്രീമെച്വർ റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പക്വത എത്താതെ നമ്മൾ ഒരു സന്യാസം സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെല്ലാം ഭൗതികമായ അറ്റാച്ച്മെന്റിനെ എല്ലാം വിട്ടിട്ട് നമ്മൾ സന്യാസം സ്വീകരിക്കാനായി പോയാൽ ഉള്ള സംഭവമാണ്. ഈ സന്യാസി ഇവിടെ എന്താ ചെയ്യുന്നത്? ഹിമാലയ താഴ്വരകളിൽ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സന്യാസം എടുത്ത ഒരാള് കഞ്ചാവ് വലിക്കുകയല്ല വേണ്ടത്. ദാറ്റ്സ് എൻ ഇമ്മച്വർ മെന്റാലിറ്റി, അല്ലെങ്കിൽ കാര്യമാണ് ചെയ്യുന്നത്. സന്യാസ വേഷം ഇട്ടുകൊണ്ട് അവർ ഫുട്ബോൾ കളിക്കുക. ദാറ്റ്സ് നോട്ട് എ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പ്രോപ്പർ അപ്രോച്ച്. സോ ഇതിനെ ഭഗവാൻ കംപ്ലീറ്റ്ലി ഇവിടെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് 4ാമത്തെ ശ്ലോകത്തിൽ. ഇതിനാർക്കെങ്കിലും രസകരമായ
ഒരു കാര്യം ഓർത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. അഗെയിൻ ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദ ന്യൂ പീപ്പിൾ. നമ്മുടെ റെഗുലറായിട്ട് വരുന്നവർക്കല്ല ആദ്യത്തെ പ്രിഫറൻസ്. അവരാരും മുൻപോട്ട് വരുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അതേഴ്സ് ക്യാൻ സേ. ആർക്കെങ്കിലും പറയാമോ ഇത് നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു എന്താ പറയുക, മെച്യൂർ ആകാതെ സന്യാസം എടുക്കാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒരു സിനിമയിൽ കൂടി മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ സിനിമ ഏതാണെന്ന്? ക്വസ്റ്റ്യൻ ഗോസ് ടു ദ ന്യൂ പീപ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ. ആർക്കെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുമോ? I said first question, first preference goes to the new people. Fine. പ്രഭു സസ്പെൻസ് പൊട്ടിച്ചു. ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു സിനിമയിൽ ശ്രീനിവാസൻ ഒരു പ്രീമെച്യൂർ സ്റ്റേജിൽ അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന അദ്ദേഹം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് കംപ്ലീറ്റ് ത്യജിച്ച് ഒരു സന്യാസ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് സന്യാസിമാരുടെ ഇടയിൽ പോയി ഇരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരാൾ മോശമായി ഒന്ന് പറയുമ്പോഴേക്ക് അതിനെ റിയാക്ട് ചെയ്യുന്നു. സോ ഒരു വ്യക്തി കംപ്ലീറ്റ് റിനൗൺസ് ചെയ്ത ഒരു വ്യക്തി, എല്ലാം ത്യജിച്ച് ഭൗതികപരമായ എല്ലാ അറ്റാച്ച്മെന്റും ത്യജിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ മുൻ ആശ്രമത്തിലെ ഭാര്യയാണ്. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ കറണ്ട് ആശ്രമം എന്ന് പറയുന്നത് സന്യാസിയാണ്. അപ്പം തൻ്റെ മുൻപലത്തെ ആശ്രമം ആയിരുന്ന ഗൃഹസ്ഥ ആശ്രമത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാര്യയെക്കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുന്നതിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഡെഡ്, ഇറ്റ്സ് ഗോൺ. സന്യാസം സ്വീകരിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾക്ക് കൂടി പിണ്ടം വെച്ചിട്ട് വേണം സന്യാസം സ്വീകരിക്കാൻ എന്നാണ് ശാസ്ത്രം പറയുന്നത്. നോ മോർ റിലേഷൻഷിപ്പ്. അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തി മറ്റു വ്യക്തികളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ അത് രസകരമായിട്ട് അത് എൻജോയ് ചെയ്യും, അത് ആനന്ദിക്കും. അതേപോലെ അതിനെയും വിടേണ്ടതല്ലേ? സോ ദാറ്റ്സ് എൻ ഇമ്മെച്യൂർ സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ എന്ന് പറയും. സോ അതിനെ ഭഗവാൻ ഇവിടെ കംപ്ലീറ്റ്ലി ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്? ന കർമ്മണം അനാരംഭം. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുന്നുമില്ല. സന്യാസം എടുത്തുകൊണ്ട് പൂർണ്ണത നേടണമെന്നില്ല. സോ അതിനൊരു മെച്യൂർഡ് സ്റ്റേജിലായിരിക്കണം, ഒരു പക്വതയാർന്ന സിറ്റുവേഷനിൽ എത്തിയിട്ട് വേണം ഒരാൾക്ക് സന്യാസം എടുക്കാൻ. എങ്കിൽ മാത്രമേ അതിനുള്ള പ്രയോജനമുള്ളൂ എന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശ കർമ്മ സർവ പ്രകൃതി ജൈർഗുണൈർ. എന്താണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യരും കർമ്മം ചെയ്യാൻ നിർബന്ധിതരാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. വി ക്യാൻ നെവർ ബി വിത്തൗട്ട് ഡൂയിങ് ദ ആക്ടിവിറ്റീസ്. ഒരു നിമിഷം പോലും നമുക്ക് സേവനം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാതെ ഇരിക്കാൻ സാധിക്കത്തില്ല. ഇനാക്ഷൻ ഈസ് അൺനാച്ചുറൽ. നഹി കശ്ചിത് ക്ഷണമപി. സോ ഇനാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക്, അതായത് പ്രവൃത്തി ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. മുമ്പ് പറഞ്ഞു, കർമ്മം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രവൃത്തി ചെയ്യാതെ നമുക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു നിമിഷം പോലും ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ വാട്ട് വിൽ ഡു? കർമ്മം ചെയ്താൽ അതിന് റിയാക്ഷൻ ഉണ്ടാകുന്നു, കർമ്മം ചെയ്യാതെ ഇരിക്കാനും സാധിക്കത്തില്ല. ഹിയർ കംസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്താണ്? 8ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ what we can see is നിയതം കുരു കർമ്മത്വം കർമ്മ ജായോഹ്യ കർമ്മണഃ ശരീരയാത്രാപിചതേ ന പ്രസിദ്ധേത അകർമ്മണഃ. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ഒരാൾക്ക് സാധ്യമല്ല. ശ്വാസോച്ഛ്വാസം എടുക്കുന്നതും ഒരു കർമ്മമാണ്. എത്രയോ അണുക്കളെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ശ്വസിക്കുമ്പോൾ എത്രയോ അണുക്കൾ വെളിയിലേക്ക് പോകുന്നു. എത്രയോ അണുക്കൾ അതിനിടയിൽ മരണപ്പെടുന്നു, ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോഴും നമ്മളുടെ കാലിന്റെ അടിയിൽ പോയി എത്രയോ അണുക്കൾ മരണപ്പെടുന്നു. അണുക്കൾ മാത്രമല്ല, ഈ ഉറുമ്പോ നമ്മൾ എത്രയോ കൊതുകിനെ കൊല്ലുന്നു മനഃപൂർവ്വം. ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം there is reaction.
സോ ഡു യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. നിയത കർമ്മം, നിയത കർമ്മം ചെയ്യാനാണ് ചെയ്യുന്നത്. ഫോർ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ റിനൻസിയേഷൻ ഓഫ് ആക്ഷൻ. കർമ്മസന്യാസത്തെക്കാൾ, കർമ്മസന്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയെക്കുറിച്ച് പ്രഭു പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സന്യാസം എന്ന് പറയുന്നത് ഒരു എസ്കേപ്പിസം ആകരുത് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ദർ ആർ മെനി പീപ്പിൾ ഡു ദാറ്റ്. തൻ്റെ നിയത കർമ്മത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒളിച്ചോട്ടമായിട്ട് സന്യാസത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് തടയുകയാണ് ഭഗവാനോട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ ഇസ് വെരി 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 ഫാർ സൈറ്റഡ്. ഹി നോസ് വാട്ട്സ് ഗോയിൻ ടു ഹാപ്പൻ ലേറ്റർ. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഡോണ്ട് ബി എ കർമ്മസന്യാസി. കർമ്മം ചെയ്യുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പണിയൊന്നും ചെയ്യണ്ടല്ലോ, എവിടെയെങ്കിലും പോയി ഭിക്ഷയാചിച്ച് ജീവിച്ചാൽ മതി അല്ലേ, ഒരു പ്രയാസമില്ല, നോ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് ആരും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. മുമ്പ് ഫോട്ടോയിൽ കാണിച്ചതുപോലെ സന്യാസ വേഷം ധരിച്ച് ഫുട്ബോളും കളിച്ച് അല്ലെങ്കിൽ കുറച്ച് കഞ്ചാവൊക്കെ വലിച്ച് ഹിമാലയ താഴ്വരങ്ങളിലേക്ക് പോയ ധാരാളം സന്യാസിമാരെ, ഐ എം നോട്ട് ബ്ലെയിമിങ് ദം, ബട്ട് ദേ ഹാവ് ദെയർ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാവാം, ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷേ ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ ലോർഡ്. കർമ്മത്തെയും കർമ്മത്തിന്റെ സന്യാസത്തെയും കർമ്മസന്യാസത്തെക്കുറിച്ച് പ്രോപ്പറായിട്ട് വിശദീകരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ബട്ട് ബൈ പെർഫോമിംഗ് ആക്ഷൻസ് വൺ മേ ബിക്കം ബൗണ്ട് അപ്പ് ബൈ ദോസ് ആക്ടിവിറ്റീസ്. ഈ നിയത കർമ്മം എന്ന് പറയുന്നത് ബട്ട് എന്തുകൊണ്ട് എന്താ പറഞ്ഞത്? ഭഗവാൻ ഇവിടെ പറഞ്ഞു സോ ഡു യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി ഫോർ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ റിനൻസിയേഷൻ. നീ കർമ്മസന്യാസി ആകുന്നതിനേക്കാൾ നിനക്ക് നൽകിയിരിക്കുന്ന നിയത കർമ്മം ചെയ്യുന്നതാണ് ഉത്തമം എന്ന് ഭഗവാൻ പറയുന്നു. ബട്ട് ബൈ പെർഫോമിംഗ് ആക്ഷൻസ് വൺ മേ ബിക്കം ബൗണ്ട് ബൈ ദോസ് ആക്ടിവിറ്റീസ്. ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തി അതിൽ ബന്ധനപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ഭഗവാൻ അടുത്ത മനോഹരമായ ശ്ലോകം ചൊല്ലുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരഃ. അതായത് പ്രവൃത്തി ചെയ്യുന്നത് യജ്ഞത്തിനു വേണ്ടി ആയിരിക്കണം. യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് എന്ന് പറയാം. യജ്ഞപുരുഷൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. വിവർത്തനം പറയുന്നു, കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേ ഉള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തൻ ആയിരിക്കാം. അപ്പൊ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷൻ ആണ്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ലെസൺ. സോ ഇപ്പൊ ഇത്രയും ഞാൻ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നമുക്കിതൊരു ഡിസ്കഷൻ ചെയ്തിട്ട് നമുക്കിതിൽ അടുത്തതിലേക്ക് പോകാം. ഇത്രയും ഭാഗം ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ഉണ്ടോ? അഗെയിൻ ഫസ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദ ന്യൂ കമേഴ്സ്. പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, വെർച്വൽ ഹാൻഡ്സ് റൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് വിളിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ അഗെയിൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഫീൽ ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ ആകുക. നിങ്ങളുടെ ഒരു സഹോദരനോട്, നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് ചോദിക്കുന്ന ലാഘവത്തോടു കൂടി തീർച്ചയായിട്ടും നമ്മുടെ ഈ സെഷനിൽ ഉതകുന്നതായ അനാവശ്യമായ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഉതകുന്നതായ ഉത്തമമായ ക്വസ്റ്റ്യങ്ങൾ നമുക്ക് സ്വീകരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്, എന്തെങ്കിലും മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോഴല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടയിൽ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഉയർത്തിയാൽ മതി. ഞാൻ ഇൻ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ യു ക്യാൻ റേസ് യുവർ വോയിസ് ഓൾസോ.
അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ദ നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ലെസൺ നമ്പർ 2 ടുഡേ ഈസ് 3യുടെ R, റങ്സ് ഓഫ് യോഗ ലാഡർ. ഈ റങ്സ് എന്ന വാക്ക് കേട്ടിട്ട് വലിയൊരു സാധനമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇറ്റ്സ് നത്തിങ്, വെരി സിമ്പിൾ. നമ്മുടെ ഏണിയുടെ ആ വെർട്ടിക്കലായിട്ടുള്ള 2 കമ്പി അല്ലെങ്കിൽ മുളയുണ്ടാകും. അതിന് ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുന്ന ആ കമ്പിനാണ് റങ്സ് എന്ന് പറയുന്നത്. സോ നോട്ട് നീഡ് ടു ബി അഫ്രൈഡ്. ഒരുപാട് ഭയപ്പെടേണ്ട, ഇതെന്തോ വലിയൊരു വാക്കാണെന്ന് വിചാരിക്കേണ്ട. റങ്സ് ഓഫ് യോഗ ലാഡർ. ഇവിടെ നമ്മൾ യോഗയെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു. അർജുനൻ ചോദിച്ച ചോദ്യമുണ്ട് യോഗയെക്കുറിച്ചിട്ട്. അപ്പൊ എന്താണ് ഈ യോഗ എന്ന് പറയുന്നത്? കർമ്മകാണ്ഡ, കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, ഇങ്ങനെ 4 തലങ്ങളിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും. നമുക്ക് ഇനി നമ്മൾ വിശദമായിട്ട് നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. എന്താണ് കർമ്മകാണ്ഡം, എന്താണ് കർമ്മയോഗ? നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിരുന്നു. there are 2 different terminology which has 2 different meanings. കർമ്മകാണ്ഡം എന്താണ്, കർമ്മയോഗ എന്താണ്, പിന്നെ അതിൽ മുകളിലായിട്ട് ജ്ഞാനയോഗം എന്താണ്, പിന്നീട് ഭക്തിയോഗ എന്താണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു ലാഡർ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കതിനെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഐ എം സോറി, ഐ കാൻറ്റ് സീ ദീസ് തിങ്സ് ഹിയർ. ഓക്കെ, ഐ വിൽ ഗോ അപ്പ്. ഫൈൻ. എക്സ്റ്റെൻഡഡ് യോഗ ലാഡർ. ഈ എക്സ്റ്റെൻഡഡ് യോഗ ലാഡർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതിനെ നമ്മൾ ഏത് തലത്തിൽ നിന്ന് നമുക്ക് ഏത് തലത്തിലേക്ക് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലാണ്, നമ്മൾ ഏറ്റവും ലോവസ്റ്റ് സ്റ്റെപ്പിലാണ്. റങ്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക. അതാണ് ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു ആനിമലിസ്റ്റിക് ലൈഫാണ് നമ്മൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആനിമലിസ്റ്റിക് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് പാപമായിട്ട് ആരും കരുതണ്ട. അയ്യോ, ഞാനൊരു മൃഗമൊന്നുമല്ലല്ലോ, ഞാൻ മനുഷ്യനല്ലേ. യെസ്, നമ്മൾ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഒരു മൃഗതുല്യമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിനി കുറച്ച് ക്ലാസ്സുകളിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഏത് തരത്തിലുള്ള ജീവിതമാണ്, ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഒരു ആനിമലിസ്റ്റിക് ലൈഫാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രം ശ്വേതാശ്വതര ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. എന്താണ് മനുഷ്യ ജീവിതവും ഒരു മൃഗജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഈ ആനിമലിസ്റ്റിക് ലൈഫിൽ നിന്ന് കർമ്മകാണ്ഡ ലെവലിലേക്ക് ഉയരുന്നു. കർമ്മകാണ്ഡ ലെവലിൽ നിന്ന് സകാമ കർമ്മ യോഗത്തിലേക്ക് ഉയരുന്നു. അതായത് സകാമ കർമ്മ യോഗ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഓഫ് വർക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ലെവലിലേക്ക് നമ്മൾ ഉയരുന്നു. അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മയോഗ. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു. അതിനുശേഷം ജ്ഞാനയോഗത്തിലേക്ക്, അവിടെ നമുക്ക് പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട, അക്യുമുലേറ്റിംഗ് നോളജ്. അതാണ് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ജ്ഞാനയോഗ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ നിന്ന് അഷ്ടാംഗ യോഗത്തിലേക്ക് ഉയരുന്നു. അവിടെ നിന്ന് ഭക്തി യോഗത്തിലേക്ക് ഉയരുന്നു. സോ ഇവിടെ മിസ്റ്റിക് സിദ്ധീസ്, അതായത് നമുക്ക് ചില നമ്മുടെ കുണ്ടലിനിയെ ഉയർത്തുകയും 6ാം ഇന്ദ്രിയം ഉണർത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് ഈ അഷ്ടാംഗയോഗ. അതിന് മുകളിൽ ഭക്തിയോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 ജ്ഞാനയോഗ, അഷ്ടാംഗയോഗ, ഭക്തിയോഗയുടെ ഇടതുവശത്ത് നമ്മൾ കാണുന്ന ഈ സൺഷൈൻ, സൺ ഡിസ്ക് ആൻഡ് എൻ്റർ സൺ പ്ലാനറ്റ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള റിയലൈസേഷനെയാണ്. നമുക്ക് ഭഗവാനെ 3 തരത്തിൽ കാണാമെന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് പറയുന്ന ഒരു തത്വത്തെ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു വയസ്സ് 2 വയസ്സുള്ള പ്രായത്തിലുള്ള കുട്ടി വീട്ടിലകത്തിലിരിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം അകത്തേക്ക് വീട്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അത് സൂര്യനാണ്. അത് സൂര്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാൽ അതെ. കാരണം സൂര്യനും സൂര്യരശ്മിയും ഇൻസെപ്പറബിൾ ആണ്. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത. സൂര്യരശ്മി ഇല്ലെങ്കിൽ പിന്നെ സൂര്യനില്ല, അല്ലെങ്കിൽ സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യരശ്മി ഉണ്ട്. സോ ആ സൂര്യരശ്മിയെ സൂര്യനോട് തന്നെ ഉപമിക്കാം. കാരണം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ആ സൂര്യരശ്മി. അതാണ് ജ്ഞാനയോഗിയായിട്ടുള്ള ഒരു വ്യക്തി ഭഗവാനെ മനസ്സിലാക്കുന്നത് ഒരു സൂര്യരശ്മിയെ പോലെയാണ്. അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് വരുന്ന ആ
ബ്രഹ്മജ്യോതിസുമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു അഷ്ടാംഗ യോഗത്തിലുള്ള ഒരു വ്യക്തി മനസ്സിലാക്കും, അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന, ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിന്റെ രൂപത്തിലാണ്. അതാണ് സൺ ഡിസ്ക്. ആ 1-2 വയസ്സുള്ള കുട്ടി കുറച്ച് വളർന്നു, 4-5 വയസ്സോ അല്ലെങ്കിൽ 8-10 വയസ്സായിട്ടുണ്ടെങ്കിൽ അവൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവന് ഒരു സൂര്യന്റെ ഒരു സോഴ്സ് ഓഫ് റേസ്, ആ പ്രകാശരശ്മി എവിടെ നിന്നാണ് വരുന്നത്, അവിടെ ഒരു ഡിസ്ക് പോലൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രഹമുണ്ട് എന്ന് അവൻ മനസ്സിലാക്കും. അവന് ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വന്നു. അതാണ് പരമാത്മാ രൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിയോഗ. ഭക്തിയോഗ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കുന്നു, അതായത് ആ 10 വയസ്സുള്ള കുട്ടി ഒരു 15-20 വയസ്സ് വരെയായി അവൻ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ഒരു സൂര്യഗ്രഹം എന്നൊരു ഗ്രഹമുണ്ട്, അവിടെ സൂര്യദേവൻ എന്നൊരു ദേവനുണ്ട്, ആ സൂര്യദേവനാണ് ആ ഗ്രഹത്തിന്റെ അധിപതി എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ഒന്നുകൂടി പേഴ്സണലൈസ് ചെയ്യുകയാണ്. അതാണ് ഭഗവാൻ എന്ന തത്വം. ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാൻ സ്വയമാണ് പരമാത്മാ രൂപത്തിൽ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ വാഴുന്നത് എന്നും ആ ഭഗവാനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഇഫൾജൻസ് ആണെങ്കിൽ പ്രകാശമാണ് ബ്രഹ്മജ്യോതി എന്ന തത്വത്തെക്കുറിച്ചും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഇത് ഈ ജ്ഞാനയോഗത്തിൽ നിന്ന് അഷ്ടാംഗ യോഗത്തിലേക്കും അഷ്ടാംഗ യോഗത്തിൽ നിന്ന് ഭക്തി യോഗത്തിലേക്കും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന 3 റിയലൈസേഷനാണ്. സോ ഇത് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ഈ യോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. എന്താണ് ഈ പറഞ്ഞ ഇതിനേക്കാൾ നമ്മൾ വിൽ ഗോ ഹിയർ, ദിസ് ഈസ് മച്ച് ഈസിയർ. കാരണം ഇതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എക്സ്പ്രസ് എലിവേറ്റർ, പ്രോഗ്രസീവ് യോഗ ലാഡർ, എക്സ്റ്റെൻഡഡ് യോഗ ലാഡർ. ഇത് 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആനിമലിസ്റ്റിക് ലൈഫിൽ നിന്നാണ്. ഏറ്റവും പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന രീതി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണെങ്കിൽ ആനിമലിസ്റ്റിക് ലൈഫിൽ നിന്ന് കർമ്മകാണ്ഡ പോകണം, അവിടെ നിന്ന് സകാമകർമ്മം പോകണം, അവിടെ നിന്ന് നിഷ്കാമകർമ്മയോഗ അല്ലെങ്കിൽ സാധന ഭക്തി പോകണം, അവിടുന്ന് ഭാവഭക്തി, പ്രേമഭക്തി. എന്നാൽ ഇവിടെയാണെങ്കിൽ ആനിമലിസ്റ്റിക് ലൈഫിൽ നിന്ന് ഡയറക്റ്റ് സറണ്ടർ ആൻഡ് അസോസിയേഷൻ ഓഫ് പ്യൂർ ഡിവോട്ടീസ്, അവിടുന്ന് സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. സോ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു എക്സ്പ്രസ് എലിവേറ്റർ ആണ്. ഭക്തി യോഗത്തിൽ കൂടി പോകുമ്പോൾ കർമ്മയോഗത്തിന്റെ നോർമൽ പ്രോസസ്സ് വഴി കർമ്മകാണ്ഡ കർമ്മയോഗ ലെവൽ വഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് ജന്മങ്ങൾ നമുക്ക് വേണ്ടിവരും ഭഗവാനെ പ്രാപിക്കാൻ. പക്ഷെ ഭക്തി മാർഗം എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ് എലിവേറ്റർ ആണ്. ഇപ്പൊ നമുക്ക് മഹേഷ് പ്രഭു എന്ന് പറയുന്ന അദ്ദേഹം US നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. സോ US അവർക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് നമുക്ക് കാണാം. അറൌണ്ട് 50, 60, 100 ഫ്ലോർസ് ഒക്കെയുള്ള ബിൽഡിങ്സ് ഉണ്ട് അവിടെ. അതിലോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ സാധാരണ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇറ്റ് മേ ടേക്ക് 10-15 മിനിറ്റ്സ്, അതിൽ കൂടുതൽ എടുക്കും അങ്ങ് മുകളിൽ എത്തണമെങ്കിൽ, സാധാരണ ലെവലിലാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള ലിഫ്റ്റുകളാണുള്ളത്. അതാണ് എക്സ്പ്രസ് എലിവേറ്റർ അല്ലെങ്കിൽ എക്സ്പ്രസ് ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ദുബായിൽ പോവുകയാണെങ്കിൽ ബുർജ് ഖലീഫ, ലോകത്തിലെ ടോളസ്റ്റ് ബിൽഡിംഗ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 125 നിലകളുള്ള ബിൽഡിങ്ങിൽ പോകണമെങ്കിൽ, 125ാമത്തെ നിലയിൽ പോകണമെങ്കിൽ 59 സെക്കൻഡ് കൊണ്ട് അവർക്ക് ആ ലിഫ്റ്റിൽ കൂടി 125ാമത്തെ നിലയിലേക്ക് എത്താൻ സാധിക്കും. സോ 59 സെക്കൻഡ് ബുള്ളറ്റ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റിലാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് കർമ്മയോഗ. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കർമ്മകാണ്ഡ ആൻഡ് കർമ്മയോഗ. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഭഗവാന്റെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഇതനുസരിച്ച് യജ്ഞത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് 14, 15 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈക്കിൾ ഓഫ് സാക്രിഫൈസ്. 16ാമത്തിൽ പറയുന്നു സിൻഫുൾ ലൈഫ് വിത്തൗട്ട് സാക്രിഫൈസ്. ഈ 2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് 14, 15 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്? സൈക്കിൾ ഓഫ് സാക്രിഫൈസിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ യജ്ഞം നമുക്ക് പ്രവർത്തിക്കുന്നത്? സോ ഇതിലേക്ക് പോകുന്നതിന് മുൻപ്, ഇത് തൊട്ട് മുമ്പുള്ള ഒരു ശ്ലോകത്തില് ഭഗവാൻ മറ്റൊരു പ്രധാനപ്പെട്ട
കാര്യം കൂടെ പറയുന്നുണ്ട്. എങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? മുമ്പ് പറഞ്ഞു കർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കർമ്മത്തിന്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭൂഞ്ചതേതേ ത്വഖം പാപ ഹേ പചന്ത്യാത്മകാരണ. യജ്ഞത്തിന് വേണ്ടി നിവേദിക്കുന്ന ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടമായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. കാരണം അതല്ല എങ്കിൽ നമ്മളുടെ തൃപ്തിക്ക് വേണ്ടി നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് മഹാപാപമാണ് എന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ കഴിക്കുന്നത് പാപത്തിനെയാണ് കഴിക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. സോ നമ്മളതിൽ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു വസ്തുവാണ് എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ തന്നെ കാരണം ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിന്റെ വ്യത്യാസമാണ്. ഒരു 25 വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാത്ത, അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ആർക്കെങ്കിലുമോ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള അസുഖങ്ങൾ ഇന്ന് സർവ്വവ്യാപകമായി കാണുന്നു, കേൾക്കുന്നു. സർവ്വവ്യാപകമായിട്ട് കേൾക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഇൻ ദ സെൻസ് എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ അമ്മാവനും അമ്മാവിക്കും രണ്ടുപേർക്കും ക്യാൻസർ, ഒരേ വീട്ടിൽ. സോ ഞാൻ പറയും, ഇതൊരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിരളമായിട്ട് എവിടെയെങ്കിലുമുള്ള ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പോൾ എല്ലാവർക്കും ധാരാളം ആൾക്കാർക്ക് നമുക്കത് കേൾക്കുന്നു. നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും ഓഫ് കോഴ്സ് ദർ ആർ സോ വേരിയസ് റീസൺസ്, അതെല്ലാം ഉണ്ട്. സോ ഇതിനൊക്കെ ഒരു അറുതി നമുക്ക് വരുത്താൻ ഇവിടെ ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭൂഞ്ചതേതേ ത്വഖം പാപ ഏ പചന്ത്യാത്മകാരണാത്. സോ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് എങ്കിൽ അസുഖം വരത്തില്ല എന്നൊരു ഗ്യാരണ്ടി ഇല്ല, ഞാൻ പറയുന്നില്ല. കാരണം ഇന്ന് പോയിസണസ് ഐറ്റംസ് ആണ് കിട്ടുന്നതെല്ലാം, ദാറ്റ്സ് ഡിഫറെന്റ് കേസ്. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ നമുക്ക് പല അസുഖങ്ങളെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി നമ്മൾ 14-15 പോവുകയാണെങ്കിൽ, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു, അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു, യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിൽ ആണ് എന്നെന്നും കുടികൊള്ളുന്നത്. സോ ഈ ഒരു സൈക്കിള് ഇതെല്ലാം കണക്റ്റഡ് ആണ്. let's start from here. സാക്രിഫൈസ്, യജ്ഞങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ നിന്ന് വേണേൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറിജിനലി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, സുപ്രീം ലോർഡ് അക്ഷര ഭഗവാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആണ് ബ്രഹ്മ വേദങ്ങൾ, അല്ലെങ്കിൽ വേദങ്ങൾ അവിടെ ഭഗവാനിൽ നിന്നുണ്ടായി. ആ വേദങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു വാട്ട് ഈസ് ടു ബി ഡൺ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന്. ആ പ്രവൃത്തികൾ എന്ന് പറയുന്നത് യജ്ഞമായിട്ട് പ്രവർത്തിക്കേണ്ടതാണെന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ യജ്ഞത്തിൽ നിന്ന് റെയിനിങ് ക്ലൗഡ്സ്, അല്ലെങ്കിൽ മഴ ഉദ്ഭവിക്കുന്ന മേഘങ്ങൾ ജനിക്കുന്നു. ആ മേഘങ്ങളിൽ കൂടി ആ ഫുഡ് ഗ്രെയിൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ മേഘങ്ങളിൽ കൂടി, അല്ലെങ്കിൽ മഴയിൽ കൂടിയാണ് ആത്മാവ് ഭൂമിയിൽ പതിക്കുന്നത്. അത് ഫുഡ് ഗ്രെയിനിൽ ചെല്ലുന്നു. ആ ഫുഡ് ഗ്രെയിൻ കഴിക്കുന്ന പുരുഷന്റെ ഉള്ളിലേക്ക് ആ ജീവാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ ഓരോ ജീവികൾ ഇവിടെ ജന്മമെടുക്കുന്നത്. സോ അത് വീണ്ടും ഭഗവാനിലേക്ക്. ഇതൊരു സൈക്കിളാണ്. അതാണ് സൈക്കിൾ ഓഫ് സാക്രിഫൈസ് എന്ന് 14-15 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭഗവാൻ പറയുന്നതാണ് സിൻഫുൾ ലൈഫ് വിത്തൗട്ട് സാക്രിഫൈസ്. ആ സാക്രിഫൈസ്, അല്ലെങ്കിൽ യജ്ഞം ചെയ്യാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അതൊരു പാപ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പാപ ജീവിതമാണ്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്ത യദേഹ അഖായൂരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവർ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്.
ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. സോ അതാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ യജ്ഞം ചെയ്യാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ വരുള്ളൂ. അതാണ് പാപം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇപ്പൊ നമ്മൾ 17 മുതൽ 35 വരെയുള്ള നിഷ്കാമ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. സോ അതാണ് ഇവിടെ നമുക്ക് 16-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 17-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ അടുത്ത ഇതിലേക്ക് നമ്മൾ എക്സംപ്ലറി കർമ്മയോഗീസ് എന്ന സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെയാണ് 17 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നിഷ്കാമ കർമ്മയോഗി ടു സെറ്റ് ദ റൈറ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ നമുക്കൊരു യഥാർത്ഥമായ ഒരു എക്സംപ്ലറി ആയിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. യസ്ത്വാത്മരതീരേവ സ്യാദാത്മ തൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സംതൃഷ്ട തസ്യ കാര്യം ന വിദ്യതേ. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങൾ ഒന്നുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്കിതിൽ ഭഗവാൻ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ്? മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും, ഒരു മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു എന്താണ് ധർമ്മം. ധർമ്മത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയിരുന്നു. ധർമ്മത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ധർമ്മം എന്ന വാക്കിന് അർത്ഥം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? Again, the question goes as usually to the newcomers. Yes, ആരെങ്കിലും പറയാമോ? എന്താണ് ധർമ്മം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്? ഹരേ കൃഷ്ണ പ്രഭു, എപ്പോഴും wait. First comers, so newcomers first. Yes, Mataji. എപ്പോഴും നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന, അതായത് താഴേക്ക് ഒഴുകുന്ന വെള്ളം പോലെ എന്ന് പ്രഭു എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു തന്നിരുന്നു. വെരി ഗുഡ്. താഴേക്ക് ഒഴുകുന്ന വെള്ളം പോലെ എന്നല്ല പറഞ്ഞത്, വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് താഴേക്ക് ഒഴുകുക എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു, എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാമോ? സിനിമാതി എപ്പോഴും മിക്കവാറും എഴുന്നേറ്റ് പറയാറുണ്ട്. വേറെ ആർക്കെങ്കിലും കൂടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാമോ? ഹരേ കൃഷ്ണ. പുതിയതായിട്ടുള്ള വേറെ ആരെങ്കിലും? സുഭാഷിണി മാതാജി, സുധാകരൻ ബാലൻ, ഞാൻ ഇതിൽ കാണുന്ന പേരാണ് വായിക്കുന്നത്, അറിയില്ല അവിടെ ഇരിക്കുന്ന ആള് സെയിം ആണോ? അനില കുമാരി, റെഡ്മി 9A, ഉഷാറാണി, ആർക്കെങ്കിലും പറയാനുണ്ടോ? പ്രസാദ്. ഹരേ കൃഷ്ണ. ഒന്ന് ട്രൈ ചെയ്യൂ. ജസ്റ്റ് ഒരു പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിയായാൽ നല്ലല്ലേ? ശാലിനി മാതാജി, ആരും ഭയപ്പെടേണ്ട. ഫൈൻ, നോ പ്രോബ്ലം. ഓക്കെ, എന്നാൽ വന്ദന മാതാജി പറഞ്ഞിട്ട് എന്താണ് ധർമ്മം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. യെസ്, സിനി മാതാജി പറഞ്ഞത് ബൈ ദ വേ ദാറ്റ്സ് എ ഗുഡ് തിങ്. താങ്ക് യു സോ മച്ച്. പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വന്ദന മാതാജിക്ക് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഇത് എപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ തീയെ സംബന്ധിച്ചാണെങ്കിൽ ചൂടും വെളിച്ചവും ഉണ്ട്. തീ എന്ന് പറയുകയാണെങ്കിൽ അതിന് ചൂടും വെളിച്ചവും ഉണ്ടായിരിക്കണം. അതായത് ഇൻസെപ്പറബിൾ, നമ്മളിൽ നിന്ന് അകറ്റാൻ സാധിക്കാത്തത്, നമ്മുടെ കൂടെ ഉള്ളത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തിൻ്റെയും കൂടെ അതിൽ നിന്ന് അകറ്റാൻ സാധിക്കാത്തതായിട്ടുള്ളത്. ഇപ്പൊ തീയും ചൂടും തീയിൽ നിന്ന് ചൂടും പ്രകാശവും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തീ എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. സോ എന്ന് പറഞ്ഞ പോലെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഹൃദയംഗമായി നന്ദി ആ ഒരു പോയിന്റ് പറഞ്ഞതില്. സോ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്, ഇപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്.
ഈ ശ്ലോകത്തിൽ പറയുന്ന മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നു. അതാണ് ഒരു മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. മനുഷ്യജന്മം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സോ 17 18 അതാണ് പറയുന്നത്. സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ ഹാസ് നോ ഡ്യൂട്ടി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഹീസ് ഓൺ ദ കറക്റ്റ് ഡയറക്ഷൻ, കറക്റ്റ് യഥാർത്ഥമായ വഴിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈസ് ഓൾറെഡി ഓൺ ദ റൈറ്റ് ട്രാക്ക്. സോ ആത്മരതി ആത്മതൃപ്തഃ ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്, ആത്മസന്തുഷ്ടഃ, നോ obligation to do any prescribed actions, no taste for material pleasures, no purpose or gain in performing such actions, no reasons for not performing such work too, no need to depend on any other living being or demigods. അദ്ദേഹം കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഒരു വ്യക്തി സമ്പൂർണമായിട്ട് ഉള്ളതിൽ തൃപ്തിപ്പെടാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഹി ഈസ് കംപ്ലീറ്റ്ലി സെൽഫ് സാറ്റിസ്ഫൈഡ്. അതാണ് അദ്ദേഹം സാധാരണ ആത്മസന്തുഷ്ട എന്ന വാക്കുകൊണ്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയ. അവരാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഡെമി ഗോഡ്സിനെ പോലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓബ്ലിഗേറ്ററി വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. അവിടെയാണ് നിഷ്കാമ കർമ്മത്തെ കുറിച്ചിട്ട് അവിടെ വരികയാണ് ചെയ്യുന്നത്. ഒരു ഫലവും പ്രതീക്ഷിക്കാതെ ഒരുവൻ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകായതയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തദ്ദേവ തരോതന ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്ഥ അനുവർത്തതഃ. ഭഗവാൻ പറയുന്നു, അർജുന, എനിക്ക് ആക്ച്വലി ചെയ്യാനായിട്ട് യാതൊന്നുമില്ല. ഇവിടെ ഭഗവാൻ ഇവിടെ ജനകന്റെ എക്സാമ്പിൾ പറയുകയാണ്. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, മുതിർന്ന ആൾക്കാർ യദ്യത് ആചരതി ശ്രേഷ്ഠസ്, അതായത് മുതിർന്ന ആൾക്കാർ, ശ്രേഷ്ഠകരമായ ആൾക്കാർ എന്ത് പ്രവർത്തിക്കുന്നുവോ തത്തത് ഏവേ തരോ ജനഃ, സാധാരണ ജനങ്ങൾ അതിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. സയത് പ്രമാണം കുരുതേ ലോകസ്ഥത് അനുവർത്തതേ, ലോകത്തിലെ ജനങ്ങൾ അതെല്ലാം പിന്തുടരുന്നു, അല്ലെങ്കിൽ അവർ അതിന് പുറകെ ചെയ്യുന്നു. ഈവൻ കൃഷ്ണ എൻഗേജസ് ഇൻ വർക്ക്. ഭഗവാൻ പറയാണ്, ഞാനും പ്രവർത്തിച്ചിരുന്നു, എനിക്ക് ആക്ച്വലി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതാണ് പറയുന്നത്, യതി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാതിരുന്നുവെങ്കിലും, അല്ലയോ അർജുന, അല്ലയോ പാർത്ഥ, ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരുമായിരുന്നു. ഭഗവാൻ പറയാണ്, ഭഗവാന് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല, പക്ഷെ എങ്കിലും ഞാനത് പ്രവർത്തിക്കുന്നു. ഭഗവാൻ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും വൈ ഡിഡ് യു ഡു? ഭഗവാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിച്ചത്? മറ്റുള്ളവർ എൻ്റെ പാത പിന്തുടരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് ഭഗവാനോട് പറയുകയാണ്. സോ ആക്ട് വിത്തൗട്ട് അറ്റാച്ച്മെന്റ് ടു സെറ്റ് എക്സാമ്പിൾ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പക്ഷേ അതിൽ നമ്മൾ യാതൊരു വിധമായ ആസക്തി കൂടാതെ നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിഷ്കാമമായിരിക്കണം. ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു പ്രോവർബാണ്, വലത് കൈകൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ മിക്കവാറും ചെയ്യുന്നത് 4 പേര് 10 പേര് അറിയണം എന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ഈവൻ ഓരോ സ്ഥലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ഈവൻ ഡൊണേഷൻ കൊടുക്കുന്നതും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുര
ഗോപുരം, വലിയൊരു ഗോപുരം ഉണ്ടാവും. ആ ഗോപുരത്തിൽ ഡെഫിനറ്റ്ലി അവിടെ വായിക്കുന്ന രീതിയിൽ അത് ഡൊണേറ്റ് ചെയ്ത ആളുടെ പേരും എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? ഭഗവത് പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ ആര് കൊടുത്തു എന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡു ഇറ്റ്. പക്ഷേ 4 പേരത് ഞാനാണ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ് ചെയ്തത് എന്ന എൻ്റെ കുടുംബത്തിൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പേരും പെരുമയും എനിക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെ അറ്റാച്ച്മെന്റ് ആയി. പക്ഷെ ഭഗവാൻ പറയുന്നു, ആക്ട് വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. ഒരു തരത്തിലുള്ള ആസക്തിയും കൂടാതെ പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അത് ഫലത്തിൽ ആസക്തരാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് മാറും എന്ന് നമുക്ക് ഇവിടെ ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നു. ഡോണ്ട് ഡിസ്റ്റർബ് ദ ഇഗ്നോറന്റ്. ന ബുദ്ധിഭേദം ജനയേത് ജ്ഞാനം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ. സോ നൗ സാധാരണ വ്യക്തികൾ എന്താണ് ചിന്തിക്കുന്നത്? ഞാനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന ചിന്ത. ഇഗ്നോറന്റ് പേഴ്സൺ തിങ്സ് ഹിംസെൽഫ് ദ ഡൂവർ. ഈ ഒരു ചിന്താഗതിയാണ് നമ്മളെ എല്ലാ കെട്ടുപാടുകളിലും നമ്മളെ പിടിച്ച് ഇടുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പാവക്കൂത്ത് പോലെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ എല്ലാം മുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഞാൻ സ്വതന്ത്രനായിട്ട് ചെയ്യുകയാണെന്ന്. എന്താണ് ഈ കയറുകൾ? പ്രകൃതിയുടെ 3 ഗുണങ്ങളുടെ കയറുകളാണ്. ഈ 3 ഗുണങ്ങളുടെ കയറുകൾ എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെട്ടു? നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ട് ഉത്പാദിപ്പിച്ചതാണ് ഈ കാണുന്ന കയറുകൾ. ഈ കയറുകൾ കൊണ്ട് നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഭൗതിക ലോകവുമായിട്ട്. അങ്ങനെയാണ് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നത്. 27-ാമത്തെ ശ്ലോകത്തിൽ മിഥ്യാ അഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവിടെ ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് ആ പ്രവൃത്തികൾ നടക്കുന്നത്. സോ നമ്മളെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു, ഇല്ല, എൻ്റെ കയ്യിൽ കയറുകളൊന്നും ഇല്ലല്ലോ, ഐ ആം ഡൂയിങ് മൈസെൽഫ്. പക്ഷെ ആ കയറുകൾ നമുക്ക് നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട ആ കയറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 28-ലും 29-ലും പറയുന്നത്, പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയും ഓടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. അതാണ് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലായ ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവനറിയാം എങ്ങനെയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഡു യുവർ ഡ്യൂട്ടി ഡിപ്പെൻഡിങ് ഓൺ മീ. എന്നെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മൈ സർവാണി കർമാണി ആത്മചേതസ നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഇവിടെ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൈ സർവാണി കർമാണി സന്യാസ്യാധ്യാത്മ ചേതസ. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് അർപ്പിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുക. വിത്ത് ഫുൾ നോളജ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ മീ. എന്നെ ആശ്രയിച്ച്, പൂർണ്ണമായും എന്നെ ആശ്രയിച്ചുകൊണ്ട്, എന്നെ അറിഞ്ഞുകൊണ്ട് നീ പ്രവൃത്തി ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്?
നമുക്കൊരു പക്ഷേ ചിന്ത ചെയ്യാം, നമ്മുടെ മനുഷ്യൻ ചിന്തിക്കാം, ഇതിപ്പോ എനിക്കിതിന്റെ ഫലമൊന്നുമില്ല, ഇതിന്റെ ഫലമെല്ലാം ഭഗവാനാണ് എങ്കിൽ ഞാൻ അത്ര കുറച്ച് ഉഴപ്പി ലേസി ആയിട്ട് ചെയ്താൽ മതിയോ? നോ. വിത്തൗട്ട് പേഴ്സണൽ ഡിസയേഴ്സ് ആൻഡ് വിത്തൗട്ട് എ സെൻസ് ഓഫ് പ്രൊപ്രൈറ്റർഷിപ്പ്, നീയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിനക്ക് തോന്നരുത്. ആ ഒരു പ്രവൃത്തിയോടുകൂടി, അല്ലെങ്കിൽ ഞാനാണ് ചെയ്യുന്നത് പ്രവൃത്തി എന്ന തോന്നൽ നമുക്കുണ്ടായാൽ അതിന്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. റിസൾട്ട് ഓഫ് ഫോളോയിങ് മൈ ടീച്ചിങ്സ് എന്താണ് പറയുന്നത്? യേമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ ദേവി കർമ്മഭി. എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. സോ അങ്ങനെയുള്ളവനാണ് റിസൾട്ട് ഓഫ് ഡിസ്റിഗാർഡിങ് മൈ ടീച്ചിങ്. ഭഗവാന്റെ പ്രവൃത്തികൾ 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പ്രവൃത്തികൾക്ക് വിപരീതമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ സർവജ്ഞാന വിമൂഢാംസ്ഥാൻ വിദ്ധി നഷ്ടം അചേതസഃ. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യും. ഭഗവാന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫലമുണ്ടാവില്ല. മുച്യന്തേ ദേവി കർമ്മഭി, റിസൾട്ട് ഓഫ് ഫോളോയിങ് മൈ ടീച്ചിങ്. അതായത് ഭഗവാന്റെ ഇച്ഛ അനുസരണം പ്രവർത്തിക്കുകയാണ് എങ്കിൽ എന്ത് നേടും? അവിടെ മോചനം നേടും. എന്നാൽ ഭഗവാന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഗതിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പൊ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കാനുള്ള ഇൻക്ലിനേഷൻ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? അതാണ് അടുത്ത ഭാഗം. 33ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളില് ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സദൃശം ചേഷ്ടത്തെ സ്വസ്യ പ്രകൃതേർ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുന്നു. നിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവിടെ പറയുന്നത്? ഡീപ്പ് റൂട്ടഡ് കണ്ടീഷൻഡ് നേച്ചറാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെന്നിരിക്കുന്ന നിഗ്രഹ കിം കരിഷ്യതി. സോ അതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത് ബൈ ഗ്രാജുവൽ പ്യൂരിഫിക്കേഷൻ ആണ്. ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിൽ ആവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങ് തടികളാണവ. എന്ത്? ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങ് തടികൾ ആണ് അവ. ആസക്തി വിരക്തികളുടെ അധീനതയിലാവാൻ ആസക്തിയും പാടില്ല, വിരക്തിയും പാടില്ല. ഒരു ഇക്വിപ്പോയിസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരേ ലെവലിലുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൃഷ്ണ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്ഷത്രിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ബ്രാഹ്മണന്റെ കർത്തവ്യം ഞാൻ എടുത്തു ചെയ്താലോ? തെറ്റോടുകൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരം തന്നെ. അന്യരുടെ വഴി സ്വീകരിക്കുന്നത് ആപത്കരമാണ്. സോ ഒരാളുടെ പ്രവൃത്തി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മളുടെ കർത്തവ്യം ഇംപെർഫെക്റ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഭഗവാനോട് പറയുന്നത്. അതാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ.
നമ്മുടെ പ്രവൃത്തികൾ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ വർണ്ണാശ്രമ വ്യവസ്ഥയെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൈ ബർത്ത്, ജന്മം കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന അധ്യായങ്ങളിൽ വിശദമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഇനി അടുത്തതാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ട്രീ എന്നതിൻ്റെ 4ാമത്തെ ഇ എന്ന് പറയുന്നത് എനിമി ഓഫ് ദ സോൾ. എന്താണ് ആത്മാവിന്റെ ശത്രു? അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 36ാമത്തെ അല്ലെങ്കിൽ 36ാമത്തെ ശ്ലോകത്തില് അർജുനൻ വീണ്ടും ചോദിക്കുക, അഥ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിത. അർജുനൻ പറഞ്ഞു, വാർഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ഇറ്റ് ഈസ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ പാപപ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നു? എങ്ങനെ നമുക്ക് ചെയ്യാനത് തോന്നുന്നു? അപ്പൊ അതിനുള്ള ഭഗവാന്റെ ഉത്തരമാണ് വളരെ മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ ആ ഉത്തരം നമുക്ക് നൽകുന്നത്. അർജുനൻ ചോദിക്കുന്ന ചോദ്യം, ഭഗവാൻ പറയുകയാണ്, ലസ്റ്റ് കോസസ് മെറ്റീരിയൽ എൻറ്റാങ്കിൾമെന്റ്. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മളുടെ കാമവാസന അത് ഏത് രീതിയിലുമാകാം, പല പല ഭാഗങ്ങളിൽ നമുക്ക് കാമവാസന ഉണ്ടാകുന്നു. കാമയേശ ക്രോധയേശ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യ നേഹം മിഹ വൈരിണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടാവുകയും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. അത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ കാമമാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അതാണ് വിദ്ധി ഏനം ഇഹ വൈരിണം. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മളുടെ കാമം, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ട് ഭഗവാനോട് പറയുകയാണ്, 3 തരത്തിലുള്ള കവറിങ് ആണ്. അതിൻ്റെ ആ കാമത്തിന്റെ ലെവൽ അനുസരിച്ചിട്ട് ആ കാമം 3 തരത്തിലാണ് നമ്മളെ കവർ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണ സഹിതമാണ് ഭഗവാനോട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വളരെ വളരെ രസകരമായ ഒരു കമ്പാരിസൺ ആണ് ഭഗവാനോട് നടത്തുന്നത്. ധൂമേന മ്രിയത്തെ വഹ്നിർ യഥാ ദർശനോ മലേന ച യഥോൽബേനാവൃതോ ഗർഭസ്ഥതാ തേനേ തയമാവൃതം. പുക തീയെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു. 3 കമ്പാരിസൺ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ 3 ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. I don't know whether it is clear for you. ആരോ വീണ്ടും അവിടെ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. ദയവായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ആ സ്ക്രീൻ ഉപയോഗിക്കുക, സ്ക്രീനിലുള്ള ഡ്രോയിങ് ചെയ്യാതിരിക്കുക ദയവായിട്ട്. ഹരേ കൃഷ്ണ, പ്ലീസ് ബി കെയർഫുൾ. സോ ഇവിടെ 3 ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞത്, ധൂമേനാവൃതേന വഹ്നിർ. അഗ്നിയെ പുക കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് പോലെ. അഗ്നി ഉണ്ട് അവിടെ, പക്ഷെ അത് പുക കൊണ്ട് മറച്ചു വെച്ചിരിക്കുക. നല്ലൊരു ഊത്ത് ഊതിക്കഴിഞ്ഞാൽ, നല്ലൊരു കുഴൽ വെച്ചോ അല്ലെങ്കിൽ നല്ല ഫോഴ്സിൽ ഒരു ഊത്ത്, നല്ലൊരു വായു അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുകയെല്ലാം മാറി അത് നല്ല അഗ്നിയായിട്ട് മാറും. അതിനെ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. യഥാദർശോ മലേനച്ച. അടുത്ത പറയുന്നത് എന്താണ്? ഒരു കണ്ണാടിയുടെ പുറത്ത് പൊടി പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിനെ പോലെയാണ്. ഈ ഒരു പൊസിഷനിൽ പെട്ടെന്ന് വെളിയിൽ വരും തീ. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് പ്രയാസമാണ്, പെട്ടെന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല. എന്നാൽ ഇത് 3ാമത്തെ ഒരു അവസ്ഥയുണ്ട്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മരത്തിനുള്ളിൽ ആത്മാവിരിക്കുക. അതാണ് പറയുന്നത്. അതിനെ പറയുന്നത് എന്താണ്? ഭ്രൂണത്തെ പോലെയും ജീവാത്മാവിനെ
ഗർഭാശയം ഭ്രൂണത്തെ പൊടി കടല പോലെ ഇതാണ് പൊടി പടലങ്ങളെ പിടിച്ചിരിക്കുന്നത്. ഇത് ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയിലാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് വെളിയിൽ വരാൻ കുറച്ച് കഷ്ടം. കാരണം ഒരു തീയുടെ അല്ല ഒരു വൃക്ഷത്തിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെളിയിൽ വരുവാൻ പ്രയാസമാണ് എന്നുള്ളതാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമ്മളുടെ വാസനയുടെ ലെവലിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് എത്രമാത്രം ആവരണം ചെയ്തിരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ലസ്റ്റ് ഇസ് നെവർ സാഷിയേറ്റഡ്, ആവൃതം ജ്ഞാനം, ഏതേന ജ്ഞാനിനോ നിത്യഃ, കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാനലേന ച. ഒരിക്കലും പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു. ഇന്ദ്രിയാണി മനോബുദ്ധിർ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തെ മോഹിപ്പിക്കുന്നു. സോ ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ കുടികൊള്ളുന്നത്. ഇന്ദ്രിയാണി മനോബുദ്ധിർ, ഇന്ദ്രിയങ്ങളില്, മനസ്സില്, ബുദ്ധിയില്. ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മളുടെ കാമവാസന എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിവിടെ ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ ആ 3 സ്ഥലങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതും നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. എങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ബൈ ഫസ്റ്റ് റെഗുലേറ്റിംഗ് ദ സെൻസസ്. മാറ്റർ, സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ്, സോൾ. ആത്മാവാണ് ഏറ്റവും പ്രാധാന്യം. അതിനു മുൻപ് അതിനുശേഷം ബുദ്ധിയാണ്, അതിനുശേഷം മനസ്സാണ്, അതിനുശേഷം സെൻസസ് ആണ്. അതാണ് മാറ്ററുമായിട്ടുള്ള കോണ്ടാക്ട്. അതാണ് ഇവിടെ പറയുന്നത് 42ാമത്തെ ശ്ലോകം. ഇപ്പൊ ഭഗവാനുടെ ആ 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കാമെന്നുള്ളതാണ്. ഇന്ദ്രിയാണി പരണ്യാഹൂർ, ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പിക്ചർ എന്തെന്നാൽ അജാമിളയുടെ കഥയെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അജാമിളയ്ക്ക് എന്താണ് തെറ്റുപറ്റിയത്? അജാമിള യഥാർത്ഥത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഭാഗം മനസ്സിലാകുന്നത്, അജാമിള 14ാമത്തെ വയസ്സ് വരെ പൂർണ്ണമായ ഒരു ബ്രാഹ്മണ രീതിയിൽ അദ്ദേഹം ജീവിച്ചു വരികയായിരുന്നു. സമ്പൂർണ്ണ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ബ്രാഹ്മണ രീതിയിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം എവിടെയോ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു പുഴക്കരയിൽ വെച്ച് ഒരു വേശ്യാസ്ത്രീയും ഒരു പുരുഷനുമായിട്ടുള്ള സംഗമമായി അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം ചെയ്ത തെറ്റ് എന്തെന്നാൽ അത് ഭാഗവത്തിൽ ആ ഒരു ഭാഗത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അത് ഈ ശ്ലോകവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാനവിടെ ഇത് പറയാൻ കാരണം. എന്താണ് അവിടെ അദ്ദേഹം ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ഇത് പാടില്ലാത്തതാണ്, ഞാനത് കാണാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിലും, എന്നാൽ ഇത് തെറ്റായ ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് മാറ്റാതെ അവിടെ നിന്ന് അത് കണ്ടുകൊണ്ട് അദ്ദേഹം ശ്ലോകങ്ങളൊക്കെ ചൊല്ലി എന്നാണ് പറയുന്നത് ശ്രീമദ് ഭാഗവത്തിൽ. ഇത് പാപമാണ്, പാപമായ പ്രക്രിയയാണ്, ഇങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഭഗവാനെ അതിലേക്ക് വീഴരുത് എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് മാറ്റിയില്ല. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ കാഴ്ച കണ്ടു, എനിവേ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണുകൾ അതിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ആ പോകുന്ന പോക്കിൽ ഈ മന്ത്രങ്ങൾ അദ്ദേഹം ഉച്ചരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ വലിയൊരു വീഴ്ച സംഭവിക്കുകയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് തൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൽ തന്നെ കേന്ദ്രീകരിച്ച് അതിൽ തന്നെ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്ന് എന്നിട്ട് ശ്ലോകം ചൊല്ലി എന്നാ പറഞ്ഞത്. സോ അൺലെസ് യു റിമൂവ് യുവർ സെൻസസ് ഫ്രം ദ മാറ്റർ, ഈവൻ യു കനോട്ട് റിമൂവ് യുവർ മൈൻഡ് ഫ്രം ദെയർ. ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ കണ്ണുകളെ അതിൽ നിന്ന് മാറ്റാതെ
മനസ്സിനെ അതിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. സോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ആ പ്രവൃത്തിയാണ്, അവിടെയാണ് അജാമിളയ്ക്ക് പറ്റിയ ഒരു തെറ്റ്. ഇവിടെ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും മോശം, ഏറ്റവും താഴെയുള്ള വസ്തു എന്ന് പറയുന്നതാണ് മാറ്റർ, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തു. അത് അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് തൻ്റെ ഇന്ദ്രിയങ്ങൾ, അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് തൻ്റെ മനസ്സ്, അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് തൻ്റെ ബുദ്ധി, അതിനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടതാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് നമ്മളുടെ ആത്മാവ് എന്ന് നമുക്ക് 42-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്തഭ്യാത്മാനം ആത്മന ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. മഹാബാഹോ, ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും, അതായത് കൃഷ്ണാബോധം, ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമം എന്ന ശത്രുവിനെ കീഴടക്കുക. സോ കാമം എന്ന ശത്രുവിനെ കീഴടക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഉദ്യമം. നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ട കാര്യം അതിനു വേണ്ടിയാണ്. ഒരു ആധ്യാത്മികപരമായ ഉന്നതി ആഗ്രഹിക്കുന്ന ഒരുവനാണ് എങ്കിൽ നമ്മൾ അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ, ബിഫോർ ഗോയിങ് ഔട്ട് എല്ലാവരോടും ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗമായപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്ന എല്ലാവരോടും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത ഓവർവ്യൂ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളവരെല്ലാവരും ഒരു ചെറിയ ഒരു ഹാൻഡ്സ് അല്ലെങ്കിൽ ഒരു തൊഴുകൈ ഇതിലൊന്ന് ഇട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ആരൊക്കെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളത് ദയവായിട്ട് ഒന്ന് ചെയ്യുക. അങ്ങനെ ആരുമില്ല, അങ്ങനെ ഇൻ കേസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ നമ്പർ, ആരാണോ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്നത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നമ്പർ എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറയുക. നമ്മൾ അത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ കോൺടാക്റ്റ് ഒന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഈ സെഷനിൽ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.